കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ BJP നേതാവായ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പിടിയിൽ. BJP അംഗവും മഹിളാ മോർച്ച ഭാരവാഹിയുമായ തിരുവണ്ടൂർ ഡിവിഷൻ അംഗം സുജന്യ ഗോപി, കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ATM കാർഡ് ആരുടെയാണെന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ എത്ര രൂപയാണ് ഇവർ ഇങ്ങനെ തട്ടിയെടുത്തത്? നന്ദു, കഴിഞ്ഞ 14-ന് രാത്രിയാണ് ATM കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത്. കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ ജോലി സ്ഥലത്ത് വിട്ട ശേഷം തിരിച്ചു വരുന്ന വഴിയാണ് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ സലീഷിനാണ് ഈ പേഴ്സ് ലഭിച്ചത്. ഈ വിവരം സലീഷ് സുജന്യയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് ഇരുവരും 15-ന് രാവിലെ 6-നും 8-നും ഇടയിൽ ബുധനൂർ, പാണ്ടനാറും മാന്നാർ ഭാഗങ്ങളിലെ ATM കൗണ്ടറുകളിൽ നിന്നും ബൈക്കിലെത്തി 25,000 രൂപ വീതം പിൻവലിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് തുക പിൻവലിച്ചത്. ഇതേ തുടർന്ന് ബാങ്കിന്റെ അറിയിപ്പ് മെസ്സേജുകൾ വിനോദിന് ലഭിച്ചതിനെ തുടർന്നാണ് ഇയാൾ പോലീസിൽ പരാതി നൽകിയത്. 16-ന് പുലർച്ചെ കല്ലിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള റോഡിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ATM-ഉം അതോടൊപ്പം തന്നെ പേഴ്സും ലഭിച്ചിരുന്നു. പക്ഷെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഇവരെ ഇറക്കി കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും പണം തിരികെ കൊടുക്കുന്നതിനും BJP ജില്ലാ നേതാക്കൾ അടക്കമുള്ള പലരും ഇടപെട്ടു. എങ്കിലും പോലീസ് അതിന് നിന്നുകൊടുത്തില്ല. ഇപ്പോൾ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഉടൻ റിമാൻഡ് ചെയ്യും. ഷാജഹാൻ, ഇതിൽ മറ്റൊരു കാര്യം, ഇവര് മഹിളാ മോർച്ചയുടെ ഭാരവാഹിയാണ്, ഈ സുജന്യ ഗോപി എന്ന് പറയുന്ന ഈ കേസിൽപ്പെട്ട പ്രതി. ഇവർ ഈ ഒരു സംഭവം നടത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ പോകാനുള്ളതടക്കമുള്ള ശ്രമങ്ങൾ ഈ സുജന്യ ഗോപിയും ഒപ്പം തന്നെ സലീഷ് മോൻ എന്നിവർ ഈ ഒളിവിൽ പോകാൻ ഉള്ള ശ്രമം, ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നോ? ഇവര് ഈ സംഭവത്തിന് ശേഷം നന്ദു, ഈ പണം നഷ്ടപ്പെട്ട ആളെ ഇവര് വിളിച്ച് BJP നേതൃത്വവുമായി ഇടപെട്ട് അദ്ദേഹത്തെ ആദ്യം ഭീഷണിയുടെ ഭാഷയിലും അതിനുശേഷം സൗഹൃദത്തിന്റെ ഭാഷയിലും വിനോദുമായിട്ട് സംസാരിച്ചു. ഒടുവിൽ വിനോദ് കേസില്ലെങ്കിലും കുഴപ്പമില്ല, പേഴ്സ് തിരിച്ചു കിട്ടിയാൽ മതി, അല്ലെ പണം തിരിച്ചു കിട്ടിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് എത്തി. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് ഇവരെ കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ തെളിവുകളും മറ്റും ലഭിച്ചതോടുകൂടി പോലീസിന് കേസെടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും പോലീസ് കേസെടുക്കുകയുമായിരുന്നു. അങ്ങനെയാണ് രണ്ടുപേരെയും കസ്റ്റഡിയെടുക്കുകയും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. യുവമോർച്ചയുടെ നേതാവാണ് സുജന്യ എന്ന് പറയുന്ന സ്ത്രീ. അവരുടെ സുഹൃത്താണ് സലീഷ്. ഇവർ രണ്ടുപേരും കൂടാണ് ഈ പണം തട്ടിയത്. ഇവർ വിവാഹിതയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പാണ്ടനാട് പഞ്ചായത്ത് അംഗം കൂടിയാണ് ഇവർ. ഇത്തരത്തിൽ BJPയുടെ സജീവ പ്രവർത്തകയായിട്ടുള്ള ഈ മഹിളാ മോർച്ച നേതാവായിട്ടുള്ള സുജന്യയാണ് ഇപ്പോൾ സുഹൃത്തുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. അതായത് ഷാജഹാൻ, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇങ്ങനെയൊരു കുറ്റം ചെയ്തു, പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കൂടി BJPയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും അത് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ പുറം ലോകം അറിയാതെ ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം കൂടി ഇതിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ശ്രമം സ്റ്റേഷനിൽ പോലീസിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ വിനോദിനെ ഇവർ ഭീഷണിയുടെ സ്വരത്തിലും സൗഹൃദത്തിന്റെ സ്വരത്തിലുമൊക്കെ സംസാരിച്ച് ഏത് തരത്തിലും പണം തിരികെ കൊടുത്തുകൊണ്ട് കൂടുതൽ പണം നൽകിക്കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നു. പക്ഷേ ഈ ശ്രമങ്ങൾക്ക് ഒന്നും പോലീസ് നിന്ന് കൊടുത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പോലീസ് ഇതിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഈ കേസുമായിട്ട് മുൻപോട്ട് പോവുകയും അതിനുശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പോകുന്നത്. നന്ദു, ശരി. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ BJP നേതാവായ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയുമാണ് ഇപ്പോൾ പിടിയിലായത്. ഈ സുജന്യ ഗോപി ഈ മഹിളാ മോർച്ചയുടെ തിരുവണ്ടൂർ ഡിവിഷൻ അംഗം കൂടിയാണ്. അവരും ഒപ്പം തന്നെ കൂട്ടാളിയായ സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. വാർത്തയുടെ വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും നൽകിയത്.